നമസ്കാരം. നമ്മളിന്നൊരു കിടുക്കാച്ചി ഒരു എപ്പിസോഡിലേക്കാണ് കടന്നു പോകുന്നത്. ഇന്നലെ ഞായറാഴ്ച ഇന്നലത്തെ ബിഗ് ബോസിലെ രസകരമായുള്ള സംഭവങ്ങൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. മോഹൻലാൽ കിടുക്കി കാലക്കി. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ശനിയാഴ്ച വളരെ ഡൗൺ ആടുന്നു. പക്ഷെ മോഹൻലാലും ബിഗ് ബോസും കൂടി അറിഞ്ഞെടുത്ത തീരുമാനം ഇതിൻ്റെ ഉള്ളിൽ ഫേക്കായി കളിക്കുന്നവരെ പുറത്ത് കൊണ്ടുവരണം. ആ പുറത്ത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് അവരെ പൂച്ച് പുറത്ത് ചാടിക്കണം, അല്ലെങ്കിൽ ഷോയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നലെ പൂച്ച് പുറത്ത് ചാടിച്ചു. പക്ഷേ നിങ്ങൾ ഒരാൾ പോലും ഇത് വിശ്വസിക്കരുത്. കാരണം അവർ രണ്ട് പേരവിടെ ശ്രീനി കളിക്കുക, നമ്മുടെ പേളിമാണി ശ്രീനി കളിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരാരും അതിൽ വീഴരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് എന്ത് പറഞ്ഞോട്ടെ, ഗബ്രി എന്ത് പറഞ്ഞോട്ടെ, ഇവരെ മറ്റ് മത്സരാർത്ഥികൾ എന്ത് പറഞ്ഞോട്ടെ, നമ്മളതൊന്നും മുഖവിലേക്കെടുക്കാൻ പാടില്ല. കാരണം ഇത് ജാസ്മിനാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഉഡായിപ്പിൻ്റെ ആശാത്തിയാണ്. ഒരു മാസം അതിൻ്റെ ഉള്ളിൽ ആണുങ്ങളെ കാണാണ്ടും ആണുങ്ങളോട് ചാറ്റ് ചെയ്യാണ്ടും ഫ്രണ്ട്സുകളെ കാണാണ്ടും ഫ്രണ്ട്സുകളോട് ചാറ്റ് ചെയ്യാണ്ടിരുന്നപ്പോൾ അവൾക്ക് തോന്നിയിട്ടുള്ള ഒരു കമ്പമാണ് ഈ ഗബ്രി. പിന്നെ ഇവൾക്കൊരൊറ്റ ഇതാണല്ലോ, എന്തൊക്കെ കളിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇവൾക്ക് കപ്പ് കൊണ്ടുപോകണം. അതിന് അവിടെ സ്ക്രീൻ പേസ് വേണം. സ്ക്രീൻ പേസ് വേണമെന്ന് മാത്രമല്ല, ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ മുഴുവൻ അവളുടെ ആംഗിളിലേക്ക് അവളെ കൊണ്ടുവരണം. അതിൻ്റെ ഉള്ളിൽ കണ്ടുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഗബ്രീനെ ഞാൻ ഒരു കാരണവശാലും കുറ്റം പറയില്ല. ഗബ്രി ഇവളുടെ വലയിൽ വീണ വെറും ഒരു പുഴു. ഇവളെ വരച്ച വലയിൽ വീണ, ഇവള് വിരിച്ച വലയിൽ വീണ വെറും ഒരു പുഴു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരാളുടെ മനസ്സ് കാണാനുള്ള യന്ത്രമൊന്നും നമ്മുടെ കയ്യിലില്ല. അത് അവരെ പ്രവൃത്തി കൊണ്ടും അവരെ മുഖഭാവം കൊണ്ടൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. പക്ഷേ ഇന്നലത്തെ മുഖഭാവം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് ഇവളുടെ വേറെ ലെവൽ കളിയാണ്. ബിഗ് ബോസ് ചിന്തിച്ച് അവസാനിച്ചിടത്തുനിന്ന് ഇവളുടെ ചിന്തകൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കപ്പിൽ ചെന്ന് അവസാനിക്കൂ. കാരണം അതിനുള്ള ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടാണ് ഇവൾക്ക് ഈ ഗബ്രി എന്ന് പറഞ്ഞ പാവം മനുഷ്യൻ. ആ മനുഷ്യനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൻസിയറായിട്ടാണ് എല്ലാം കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവൾ ചില നേരത്തെ ഈ ഗബ്രിനെ തേച്ച് പോലെ സംസാരിക്കും. അപ്പോൾ അവൻ ഡൗൺ ആവണതും അവൻ്റേതായുള്ള മനസ്സിൻ്റെ വിഷമങ്ങൾ പുറത്തു വരുന്നതും ഇതെന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ചെറുപ്പക്കാരൻ്റെ ജീവിതം തട്ടി ഉടച്ചുകൊണ്ടാണ് ഇവളുടെ ഈ മുന്നേറ്റം നടക്കുന്നത്. ഇവളുടെ പ്രേമം ഒരിക്കലും റിയലല്ല. ഇവൾക്ക് അങ്ങനെ ഒരാളെ മാത്രം പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ സാധിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ നിങ്ങൾ എണ്ണിക്കോ, 8 മാസത്തിനുള്ളിൽ ഇവൾ ഡൈവേഴ്സ് ആവും. ഇവളങ്ങനെ ഒന്നിലൊതുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണല്ല അവൾ. അത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കറിയാം. അതിൻ്റെ വിശദ വിവരങ്ങൾ ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ. ഈ കഥകളൊന്നും ഈ ഗബ്രിക്ക് അറിയില്ല. ഗബ്രി മുൻപ് ഇവളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ആ ഡീറ്റെയിൽസിലേക്കൊക്കെ ചെല്ലുമ്പോഴോ ഗബ്രിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ വീട്ടുകാരോ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാനോ അവർക്കൊന്നും ഒരു കാരണവശാലും ഇതൊന്നും വെച്ച് ഉറപ്പിക്കാനോ കുടുംബക്കാർക്ക് കഴിയില്ല. അങ്ങനെ അത് അവൾക്കും വ്യക്തമായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ച് കളിക്കുന്നത്. ലാലേട്ടൻ എന്ത് ചോദിച്ചാലും ലാലേട്ടനോട് ഇവള് പറയുന്നതാണല്ലോ ശരി. അപ്പോൾ ലാലേട്ടൻ ഇന്നലെ പൂർണ്ണമായിട്ട് ഒരു പ്ലാൻ പൊളിക്കുന്നുണ്ടായിരുന്നു. ആ പ്ലാൻ പൊളിച്ചു കൊടുത്തു. ഇപ്പോൾ എന്തുണ്ടായി? ഇപ്പോൾ 80% പ്രേക്ഷകരും ഇവർ റിയൽ ലവാന്ന് വിചാരിച്ചിരിക്കുന്നത്. 20% പ്രേക്ഷകർ സിബിൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഇവരെ തട്ടിപ്പണ് ലാലേട്ടാ. ഇവൻ്റെ രണ്ടുപേരും ഗെയിമാണ് ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ പ്രേക്ഷകരെ പറ്റിക്കുക ചെയ്യുന്നത്, വഞ്ചിക്കുക ചെയ്യുന്നത്. ആ സിബിൻ പറഞ്ഞല്ലോ, അവൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളല്ലേ, അവനെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു മത്സരാർത്ഥിയാണ്. അപ്പോൾ അവൻ മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അവൻ പറഞ്ഞതാണ് അതിലെ ഏക സത്യം. മറ്റുള്ളവരൊക്കെ പറഞ്ഞത് കിടന്ന് ഉരുളാണ്. അപ്പോൾ പച്ചയാണത്തിൽ ചവിട്ടി പോലെ വഴിക്ക് പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. പിന്നെ ഇത് റീലാക്കാനായിട്ട് ഇവർ ഇന്നലെ ഒരുപാട് കളികൾ കളിച്ചു.
ഇതൊക്കെ കഴിഞ്ഞ് ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ട് ഇവർ രണ്ട് പേരും കൂടി അവിടെ അടുത്തടുത്താണ് കിടക്കുന്നത്. ആ പുതപ്പൻ്റെ ഉള്ളിൽ റസ്മിൻ വന്ന് കിടന്നു. റസ്മിൻ വന്ന് കിടന്നപ്പോൾ റസ്മിനെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ കരയിന്. അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ആ പുതപ്പ് എടുത്തിട്ട് മൂടി തലയിൽ കൂടെ, ക്യാമറ കാണരുത് എന്ന് വിചാരിച്ചിട്ട്. ക്യാമറയ്ക്ക് ഇപ്പോൾ ഒരു പരിധിയുണ്ട്. പുതപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ക്യാമറ വയ്ക്കാൻ പറ്റില്ല. പുതപ്പിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന ആകെ ഒന്ന് നമ്മുടെ മൈക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ മൈക്കിൽ കൂടെ നമുക്ക് വിവരങ്ങൾ എന്താ അവർ പറയണമെന്ന് കേൾക്കാം. രശ്മി, നീ എന്നെ രക്ഷിക്കടി, എൻ്റെ കൈവിട്ട് പോയി, എൻ്റെ എല്ലാ കളികളും നശിച്ചു പോയി, എനിക്കിനി എങ്ങനെ കളിക്കണമെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ ആകെ ഡെസ്പാണ്, ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും പറഞ്ഞ് രണ്ട് പേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതൊക്കെ ഒരു ഉഡായിപ്പിൻ്റെ ഭാഗമായിട്ട് കാണാം. ഗബ്രി അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഗബ്രി ഉറങ്ങാണ്. അപ്പോൾ ഇതൊക്കെ ഇവളുടെ കൂതറ സാധനത്തിൻ്റെ അവസാനത്തെ നമ്പറിന് ഇവിടുന്ന് കപ്പും കൊണ്ട് പോവുള്ളൂ എന്നുള്ളൊരൊറ്റ നിർബന്ധത്തിൽ അതിനാരൊക്കെ ബലിയാടായാലും ഇവൾക്കൊരു പുല്ല് വിലയ, ഇവൾക്കൊരു തേങ്ങയുമില്ല. ഇവളങ്ങനെ ഒരു പുരുഷനെ മാത്രം സ്നേഹിച്ച് ഒരു പുരുഷനോട് മാത്രം ജീവിക്കാൻ, ഒരു പുരുഷനെ മാത്രം ഭർത്താവായി ജീവിക്കാൻ, അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ല ഇവളുടെ ക്യാരക്ടർ തന്നെ വേറെയാണ്. ഇവളെക്കുറിച്ച് ഇവളുടെ ഒരു കൂട്ടുകാരികളൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടുകാരികളൊക്കെ വഴക്കായി പോയി. അതൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടാം. ഇപ്പോൾ നമ്മളത് അവിടേക്കും കാര്യങ്ങൾക്കൊന്നും കടക്കരുത്. ഇവരൊക്കെ മനസ്സ്, ഇവരൊക്കെ ജീവിതം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ ഇവരെല്ലാവരും അവിടെ മത്സരാർത്ഥികൾ സിബിനൊഴിച്ച് മറ്റുള്ള ആൾക്കാർക്ക് മുഴുവൻ സംശയങ്ങളാണ്. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നില്ല ഇന്നലെ. ഇവർ രണ്ടുപേരും വീണ്ടും കളിക്കുകയാണ്. ആ കളി എവിടെ വരെ എത്തുന്നുള്ളത് നമുക്ക് വീണ്ടും ഇരുന്ന് കാണാം. അത്രേ പറ്റുള്ളൂ. എന്തായാലും എപ്പിസോഡ് കിടുക്കാച്ചി അടിപൊളിയാക്കിയിട്ടുണ്ട്. ലാലേട്ടൻ പൊളിച്ചു. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിൻ നമ്മുടെ ജിൻഡോ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ മൈക്ക് ഊരി ഈ സോഫേരോട് വെച്ചിട്ട് അവൾ കിടന്ന് നടക്കുക. അപ്പോൾ അത് ജിൻഡോ സമ്മതിച്ചില്ല. ജിൻഡോ പറഞ്ഞ് മൈക്ക് എടുത്തിടാൻ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് വഴക്കുന്നുണ്ടാവുന്നുണ്ട്. ആ വഴക്കിൻ്റെ ഇടയിൽ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, ജാസ്മിൻ മൈക്ക് ധരിക്കൂ. അപ്പോൾ അത് അവിടെ നിന്ന് അതിനകത്ത് വന്ന് നോക്കണത് അത് ഇന്ന് വലിയൊരു വഴക്കായിട്ട് മാറാം. ഇന്നിപ്പോൾ ജിൻഡോയാണ് നമ്മുടെ ആ വീട്ടിലെ നായകൻ. എന്തായാലും അടിച്ച് പൊളിക്കും ജിൻഡോ ഒരു കാരണവശാലും ആർക്കും ഒരു ഇളവും കൊടുക്കാത്തതാണ്. ഒരുപാട് അനുഭവിച്ചാണ്, ഇവരൊക്കെ ഒരുപാട് അനുഭവിപ്പിച്ചാണ് ഈ ജിൻഡോനെ. ഇപ്പം ജിൻഡോനെ അതിൻ്റെ ആ ഹൗസിങ്ങിലുള്ള ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ജിൻഡോനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതെന്താ കാരണം? ജിൻഡോ നല്ല മനുഷ്യനാണ്. ജിൻഡോ എല്ലാം സത്യസന്ധമായിട്ട് പറയുന്ന മനുഷ്യനാണ്. ശുദ്ധഗതിക്കാരനാണ്. വായ തോന്നിയത് അപ്പം തന്നെ പറയും. അത് പറഞ്ഞാൽ മറ്റാൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമോ, ഇനി അത് കേട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് നെഗറ്റീവായി വരുമോ എന്നുള്ള ആലോചിക്കുന്ന ഒരു ചിന്തപ്പാടൊന്നും ആൾക്കില്ല. ആൾക്കെല്ലാം വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള പറഞ്ഞ പോലെ അത് പറയുകയും ചെയ്യും. അത് നമുക്ക് വളരെ തമാശയാണ്. ആളൊരു ശുദ്ധഗതിക്കാരനാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അവിടെ കള്ളന്മാരൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ കാറിൽ മാത്രം ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരു വാഴ കയറിയിട്ടുണ്ട്, സായി. അവനാണ് ഇതിൻ്റെ എല്ലാ ആശാൻ. ഇവൾക്ക് കണ്ടൻറ്റ് ഇട്ട് കൊടുത്തതും ആ കണ്ടൻറ്റ് കത്തിപ്പടരാൻ കാരണം. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ്റെ ഒരു വായല നാക്കാണ്. അവന് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ട് അവന് വിട്ടതാണോ എന്ന് അറിയില്ല. നീ ചെന്ന് ജാസ്മിനോടുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ജാസ്മിനെ നമുക്ക് പിടിക്കാം. ഇതൊക്കെ തിരക്കഥയുടെ ഭാഗമാണോ, എഡിറ്റഡാണ്, പക്ഷേ ഇതൊക്കെ തിരക്കഥയുടെ ഭാഗമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ ഇവരൊന്നും ആരും പുറത്ത് പറയില്ല, അവരാരും സത്യം പറയില്ല. അതുകൊണ്ട് അപ്പോൾ ഇന്നലത്തെ കാര്യം ഞാൻ പറയണ് 100% ഞാൻ പറയണ്, ഈ ജാസ്മിൻ്റെ റിയൽ ലവ് അല്ല. റിയൽ ലവുള്ള ആൾക്കാർ ഇങ്ങനെയല്ല സംസാരിക്കുക. എന്താണ്, എനിക്ക് ജാസ്മിനെ വിട്ടൊരു ജീവിതമില്ല എന്ന് ഗബ്രി പറയുമ്പോൾ ഇവൾ പറയണത് അത് ശരിയാവില്ലടാ, നീ അങ്ങനെ ചെയ്യടാ, നീ ഇങ്ങനെ ചെയ്യടാ, നീ അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇവിടെ നിൽക്കുമ്പോൾ, ഞാനിവിടെ നിൽക്കുമ്പോൾ നീ പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. എന്തൊക്കെ നാടകങ്ങൾ അവൾ കളിക്കുന്നതെന്നറിയാം. ഒരു എത്ര ലവ് സ്റ്റോറി സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്ക് പോലും ഇവർ പറയുന്ന ഡയലോഗുകൾ എഴുതാൻ പറ്റില്ല. കാരണം ഇവൾ കംപ്ലീറ്റ് പഠിച്ച കള്ളിയാണ്. പഠിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് പാടുക. അപ്പോൾ ഇവൾക്ക് ഏത് വിധേനയും ആരെ നെഞ്ചത്ത് ചവിട്ടിയിലായാലും ഇവൾ കപ്പ് കൊണ്ടുപോകും. ഇവളെ 70 ക്യാമറയും ഇവളെ ഫോക്കസ് ചെയ്ത് ഇവൾ സ്ക്രീൻ ഫേസ് കണ്ടെത്താനുള്ള ഏറ്റവും വലിയ കള്ളിന് ഇവൾ. ആ കള്ളത്തരമാണ് ഇവളുടെ ഉടായ്പ് പ്രേമം, കൂതറ പ്രേമം. ഇത് പ്രേമമല്ല. പ്രേമക്കിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവളുടെ യഥാർത്ഥ പ്രേമമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും കൂടെ നിൽക്കും, അവർ സപ്പോർട്ട് ചെയ്യും.
പക്ഷേ ഒരു ഫേക്ക് പ്രേമത്തിനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ 50 ലക്ഷം അടിച്ചു കൊണ്ടുപോകുക എന്നുള്ളൊരു പെരുങ്കള്ളി വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഇവളുടെ പ്രേമം ഒരു കാരണവശാലും പ്രേക്ഷകർ അംഗീകരിക്കരുത്. ഇവളുടെ പ്രേമം ഉഡായിപ്പാണ്. ഇവൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കളികളും ഇപ്പോൾ കളിക്കുന്ന കളികളും കണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവളെ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. ഒരു പെണ്ണിനെ വിശ്വസിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവളെയാണ് വേണ്ടത്. ഒരു കുടിക്കുന്ന വെള്ളത്തിലും ജീവിതത്തിൽ ഇവളെ വിശ്വസിക്കരുത്. ഇനിയിപ്പോൾ ഇവളെ ആരെങ്കിലും കല്യാണം കഴിച്ചാലും അവരോടും കൂടി ഞാൻ ഈ പറയുന്നത്, ഇവളെ വിശ്വസിക്കരുത്. വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് ഇവള്. എന്തോ അപൂർവ ജന്മമാണിത്. അപ്പോൾ അതുകൊണ്ട് എന്തും ഏതും എപ്പോഴും ആരെ നെഞ്ഞത്തും ചവിട്ടാന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണാണ് ഇവൾ പുറത്ത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പെണ്ണാണ് ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കി കൂട്ടുന്നത്. ഇവളൊരു കല്യാണം നാളെ കഴിച്ചാൽ ആ ഭർത്താവിനെ ഇവൾ വഞ്ചിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. ഇവൾ സുന്ദരന്മാരെ കണ്ടാലും പഞ്ചാരക്കുട്ടന്മാരെ കണ്ടാലും ഇവളുടെ മനസ്സ് അങ്ങടും പാടും. ചില കുരങ്ങന്മാരെ പോലെ അങ്ങടി ചാടറ ഇങ്ങടി ചാടി പല മരങ്ങളിലേക്ക് ചാടി പോണില്ലേ. 3 കാമുകന്മാരെ തേച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നു 4ാമത്തെ കാമുകനെ പിടിച്ചു പോകുന്നത്. ഇതൊക്കെ ഒരു പുതുമ. അത് ഇവളുടെ ഗെയിം, ഇവൾക്ക് തട്ടിപ്പ്. ഇത് ലാസ്റ്റ് എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്കൻ്റെ ജീവിതം നശിച്ചു പോകാനുള്ള ഇതൊക്കെ കാണുന്നത്. ഇനി ഇതിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഒരു കല്യാണത്തിലെത്തുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ഇതെല്ലാം ഇവളുടെ ഗെയിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം.